ഇല്ല കേട്ടോ. കാരണം കുഞ്ഞുങ്ങളെയൊക്കെ കുറേയൊക്കെ കണ്ടെന്ന് മുഖപരിചയമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ആരൊക്കെ എന്നെ നോക്കി ചിരിക്കും എന്നൊരു ധാരണയൊക്കെ ഉള്ളത് കൊണ്ട് നേരെ താണ്ട് ചെരുപ്പൊക്കെ ഊരിയിട്ട് ക്ലാസ്സിലോട്ട് അങ്ങ് കയറുകയാണ്. കയ്യിൽ എന്തായാലും മുട്ടായി എന്ന് ചോദിച്ചാല് ഇന്ന് ആർഷ എന്ന് പറഞ്ഞ ഞങ്ങൾ ടീച്ചറാണ് കേട്ടോ. പുള്ളിക്കാരുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മിഠായി കിട്ടി. പിന്നെ ഈ കൈ ഇരിക്കുന്ന ചിപ്സ് ആ പിങ്ക് ഷർട്ടിട്ട മോൻ എനിക്ക് കൊണ്ടുവന്ന് തന്നെയാണ് കേട്ടോ. അവർക്ക് സ്നാക്സിന്റെ ബ്രേക്ക് ടൈം ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്കും ഒരു ചിപ്സ് ഇന്ന് കിട്ടി. ഇന്ന് നമ്മൾ ട്രീസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ടീച്ചറെ കാണിച്ചു തരാം. അതാണ് ആർഷ. അപ്പൊ ഞാൻ അന്നായിരുന്നു ആക്ച്വലി ആർഷയോട് ഞാൻ വീഡിയോ എടുക്കുന്ന പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ പുള്ളിക്കാരോട് പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 3ാമത്തെ ക്ലാസ് ഒക്കെ ആയി, കുറച്ച് അടുപ്പമൊക്കെ ആയപ്പോൾ ഞാൻ ആർഷയോട് പറഞ്ഞു, ചെറുതായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇടും, ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. പുള്ളിക്കാരി എടുത്തടിച്ച വായിൽ എടുത്തോ, അതിനെന്താ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് തൊട്ട് പിന്നെ ഉഷാറായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആഴ്ചയിൽ 2 ദിവസം ആട്ടോ ക്ലാസ് ഉള്ളത്, ശനിയും ഞായറും. ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്നിട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ശനിയും ഞായറും ആവാൻ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് 2 ദിവസം ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല. കാരണം നല്ല പനിയും ചുമയായിട്ട് 2-3 ദിവസം ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. എങ്കിലും പിന്നീട് ഇപ്പം ഞാൻ ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പോയി തുടങ്ങണം. ആർഷയുടെ കാര്യം പറയുവാണെങ്കിൽ അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരി എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് എന്നെയും കൺസിഡർ ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ ഇത്രയും വളർന്നു എന്നൊന്നും കരുതി എന്നെയും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെയാണ് ആർഷ കരുതാറുള്ളത്. അല്ലാതെ ഞാനൊരു വലിയ കുട്ടിയായിട്ടൊന്നും എന്നെ കൺസിഡർ ചെയ്യാറില്ല. ബേസിക് തൊട്ട് എനിക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. കഴിഞ്ഞ ദിവസത്തെ പോലെ ഈ ദിവസം എനിക്ക് മരങ്ങളുടെ ഒരു ഷീറ്റായിരുന്നു വരയ്ക്കാൻ കിട്ടിയിട്ടുള്ളത്. എന്റെ വാഴ എങ്ങനെയുണ്ട് മക്കളെ, പൊളിയല്ലേ? അപ്പൊ വാഴക്കുല വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. ഇനി അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് എനിക്ക് കിട്ടിയ പുതിയ 2 കൂട്ടുകാരാണ് ഇവർ രണ്ടുപേരും. പക്ഷെ ഞാൻ പേര് മറന്നുപോയി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇവരുടെ പേര് പറയാം. അങ്ങനെ നമ്മൾ വാഴക്കുലയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ആർഷ ടീച്ചറിനെ കൊണ്ട് കാണിക്കണം. അവിടാണ് ആർഷ ഇരിക്കുന്നത്, അവിടെ കൊണ്ടുപോയി ഇത് കാണിക്കാം. സത്യം പറഞ്ഞാൽ പിള്ളേരുടെ കൂട്ടിരുന്ന് വരയ്ക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത്രയും ഏജുള്ള ഞാൻ അവരുടെ കൂട്ടിരുന്ന് വരച്ചപ്പം ആദ്യം ഒരു കൗതുകത്തോടൊക്കെയാണ് അവരെന്നെ നോക്കിയത്. പിന്നെ അവരത് അക്സെപ്റ്റ് ചെയ്ത് എന്നെയും അവരിൽ ഒരാളാക്കി. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രേക്ക് ടൈമിൽ ഇടയ്ക്ക് ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ കിട്ടാറുള്ളത്. അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഇവർക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് കൊടുക്കണം എന്നൊക്കെ കരുതി തന്നെയാണ് ഞാനിത് കഴിച്ചോണ്ടിരുന്നത്. പക്ഷെ തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പം മേടിക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടുത്ത ക്ലാസ്സിലെ വിശേഷത്തിന് കൂടെ പറയാം. അങ്ങനെ ഇന്നത്തെ ഡ്രോയിങ് ക്ലാസ് എൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്.